1,20,000 രൂപ. ഒരു തട്ടുകടക്കാരന് ഡിഗ്രിക്കാരനെക്കാളും കൂടുതൽ പൈസ കിട്ടുമെന്ന് ഞാൻ എവിടെ നോക്കി. അപ്പൊ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു തട്ടുകടയിൽ പണിക്ക് കയറി. ഓൾസോ ഈ വീഡിയോയുടെ ലാസ്റ്റ് തട്ടുകടക്കാർക്ക് മാസം എത്ര രൂപ കിട്ടണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടേ കുറച്ചേരം സംഭവങ്ങളെല്ലാം നോക്കി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തട്ടുകടയിലൊക്കെ സ്പീഡാണ് മെയിൻ. ഫട്ടാഫട്ടെന്നായിരിക്കണം കാര്യങ്ങൾ. കണ്ടു മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. പക്ഷെ പണി പാളി. അവൻ എന്നോട് മറിച്ചിടാനാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച് പകുതിക്ക് വെച്ച് മറിക്കാനാണ്. പക്ഷെ ട്രൈ ചെയ്യുകയും ഫെയിൽ ചെയ്യുകയും എന്നാണല്ലോ ഒരെണ്ണ അടിച്ച് കലക്കി ഒഴിച്ച്. എന്നിട്ട് അവൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തന്നു. ആ ചേട്ടനാണെങ്കിൽ ഒടുക്കത്ത കൃതി മുട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ തല്ലറ ചില്ലറ പണിയൊക്കെ എടുത്തു. സ്പീഡ് തുടങ്ങി. അതാണ് ശരിക്കും പ്രൊഫഷണലിസം. മതി. കുറച്ച് പണിയെടുത്തപ്പോഴേക്കേ എന്താന്നറിയില്ല തളർന്നു വയ്യ. എന്നിട്ട് ഞാൻ നൈസായിട്ട് ഇവർക്ക് മാസം എത്ര രൂപ കിട്ടണമെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതിനു മുമ്പായിട്ട് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണാനായിട്ട് ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. ഇവർക്ക് ഒരു ദിവസം തട്ടുകടയിൽ നിന്ന് 10,000 രൂപ കിട്ടും. 10,000 രൂപയില് 6,000 രൂപ ചെലവായിട്ടു, ബാക്കി 4,000 രൂപ. അപ്പൊ 4,000 × 30 ദിവസം, ഒരു മാസം ഇവർക്ക്